Dear students, in leprosy, the best bactericidal agent is options clofazimine, dapsone, rifampicin, etinamide. ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് റിഫാംബസിൻ ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ ബാക്ടീരിയോ സ്റ്റാറ്റിക് ഏജന്റ് അല്ലെങ്കിൽ ബാക്ടീരിയോസിഡൽ ഏജന്റ് എന്നുള്ളതാണ്. ബാക്ടീരിയോസ്റ്റാറ്റിക് ഏജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത അത് ബാക്ടീരിയൽ മൾട്ടിപ്ലിക്കേഷനെ പ്രിവെൻറ്റ് ചെയ്യുന്നു, ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ബാക്ടീരിയൽ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ബാക്ടീരിയൽ ഗ്രോത്തിനെ പറ്റി പഠിക്കുന്ന സമയത്ത് സ്റ്റേഷനറി കർവ് എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്ന് പറയുമ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്ത് വരുന്ന നമ്പർ അത് നശിക്കപ്പെടുന്ന നമ്പരും ഈക്വലായിട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഒരു കാരണവശാലും ഡിസീസ് പ്രോഗ്രസ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയില്ല. രണ്ടാമത് ബാക്ടീരിയോസിഡൽ എന്ന് പറയുമ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത് അത് അതിനെ നശിപ്പിക്കുന്നു അല്ലെങ്കിൽ കില്ല് ചെയ്യുന്നു, കൊന്നുകളയുന്നു എന്ന് പറയുന്ന മീനിങ് ആണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു കേസിൽ ഒരുപാട് കാറ്റഗറൈസേഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. പല ഡ്രഗും ഈ രീതിയിൽ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബാക്ടീരിയോസിഡൽ ഏജന്റ് എവിടെയാണ് ആക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് ആക്ട് ചെയ്യുന്നത് സെൽവാൾ സിന്തസിസുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് സെൽവാൾ ഇല്ലാതാകുന്നു, നശിക്കുന്നതിൻ്റെ ഫലമായിട്ട് ആ ബാക്ടീരിയ ഇല്ലാതാകുന്നു. ബാക്ടീരിയോസ്റ്റാറ്റിക് ഡ്രഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് DNA ആയിട്ട് ബന്ധപ്പെട്ടാണ് ഇടപെടൽ നടത്തുന്നത്. DNA ആയിട്ട് ബന്ധപ്പെട്ട് ഇടപെടൽ നടത്തുകയും അതേപോലെ തന്നെ പ്രോട്ടീൻ സിന്തസിസ് എന്ന് പറയുന്ന കാര്യത്തെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും അതിന് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള DNA തൊട്ടാണല്ലോ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന കാര്യങ്ങൾ പ്രോഗ്രസീവായിട്ട് പോകേണ്ടത്. അപ്പോൾ ആ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു സംഭവത്തെ വളരെയധികം കുറയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് അത് പോകുന്നത്. അപ്പോൾ ഇവിടെ ഈ ബാക്ടീരിയോസ്റ്റാറ്റിക്, അപ്പോൾ ആ ഒരു ക്ലാസിഫിക്കേഷൻ വെച്ച് ഓർത്ത് വെച്ചാലുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഒരു ഡ്രഗിൻ്റെ ലെവൽ ഓഫ് ആക്ഷൻ ചോദിക്കുമ്പോൾ അത് DNA ആക്ട് ചെയ്യുന്നതാണോ, പ്രോട്ടീൻ സിന്തസിസിനെ ആക്ട് ചെയ്യുന്നതാണോ, അതോ സെൽവാൾ സിന്തസിനെ ആക്ട് ചെയ്യുന്നതാണോ എന്ന് നിങ്ങൾക്ക് ആലോചിച്ച് കണ്ടെത്താൻ വേണ്ടി കഴിയും. അതേപോലെ തന്നെ ഇവിടെ ആൻസറുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കൺഫ്യൂഷൻ വരാം. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുന്നത്. ഇവിടെ റൈറ്റ് ആൻസർ റിഫാംബസിൻ ആണെങ്കിൽ പോലും നമ്മുടെ ഡാപ്സോൺ എന്ന് പറയുന്നത് ടിപ്പിക്കലായിട്ട് ബാക്ടീരിയോസ്റ്റാറ്റിക് ഡ്രഗാണ്. അതേസമയം ക്ലോഫാസിമിൻ എന്ന് പറയുന്നത് ഒരു മീഡിയം ഡ്രഗാണ്. അതിന് ബാക്ടീരിയോസ്റ്റാറ്റിക് ആക്ഷനും ഉണ്ട്, അതേപോലെ തന്നെ ബാക്ടീരിയോസിഡൽ ആക്ഷനും ഉണ്ട്. പക്ഷെ ടിപ്പിക്കലായിട്ട് ഇതാണ് എന്നുള്ള രീതിയിൽ അത് ലേബൽ ചെയ്തിട്ടില്ല. സോ ആ ആൻസർ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. പ്രധാനമായിട്ട് ഈ 3 ഡ്രഗ്സാണ് ലെപ്രസിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. ദെൻ എതിനോമൈഡ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്ന ഡ്രഗാണ്. അതൊരു സെക്കൻഡ് ലൈൻ ATT ഡ്രഗാണ്. ATT മീൻസ് ആൻറ്റി TB ഡ്രഗാണ് അല്ലേ. അപ്പം അത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് MDR-TB എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻ്റ് TB. ആ സാഹചര്യങ്ങളിലാണ് അത് ഉപയോഗിക്കുന്നത്. ഡാപ്സോണെ ബന്ധപ്പെട്ട ഒരു കാര്യം പറയാതെ പോകാൻ പറ്റില്ല. ഡാപ്സോൺ ഉപയോഗിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് റീനൽ ഫങ്ഷൻ നോക്കണം. നിങ്ങൾ അമൈലോയിഡ് എന്ന് പറയുന്ന ഒരു പ്രോട്ടീനെ പറ്റി കേട്ടിട്ടുണ്ടാവും. അതൊരു അബ്നോർമൽ പ്രോട്ടീനാണ്. ഇതിൻ്റെ മെറ്റബോളിസത്തിൻ്റെ ഫലമായിട്ട് ആ ഒരു അബ്നോർമൽ പ്രോട്ടീൻ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും അത് കിഡ്നിയിൽ ബ്ലോക്ക് ആവുകയും കിഡ്നി ഫങ്ഷൻ റെഡ്യൂസ് ചെയ്യുന്നതിന് കാരണമാകുകയും അത് പിന്നീട് റീനൽ ഫെയിലിയർ പോലുള്ള സാഹചര്യങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു കാര്യം കൃത്യമായിട്ട് ഒന്ന് ഓർത്ത് വെക്കണമെന്ന് പറയുന്നത്. റിഫാംബസിൻ്റെ സൈഡ് എഫക്റ്റ് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഓറഞ്ച് ഡിസ്കളറേഷൻ അറിയാമല്ലോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കളറേഷൻ ഓഫ് യൂറിൻ അതൊന്ന് നോട്ട് ചെയ്തോണം. ക്ലോഫാമിസിനെ പറ്റി പറയുവാണെങ്കിലും അതിനൊരു സ്കിൻ ഡിസ്കളറേഷൻ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഗ്യാസ്ട്രിക് അപ്സെറ്റ്, സ്കിൻ ഡിസ്കളറേഷൻ എന്ന് പറയുന്ന കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ഇതൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങൾ, എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പല ആവർത്തി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. എനിവേ ഈ കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്ത് വെക്കുക. ഞാനെപ്പോഴും പറയുന്ന കൂട്ട് തന്നെ പഠിക്കാൻ വേണ്ടി ഒരു ദിവസം 1 മിനിറ്റെങ്കിലും കണ്ടെത്തണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ 1 മിനിറ്റ് വീഡിയോയും ഇതേപോലുള്ള ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനും മറ്റ് കാര്യങ്ങളും എല്ലാം നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അപ്പം വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഏതൊക്കെ സോഴ്സസ് ഉണ്ട് എന്നുള്ള കാര്യം കണ്ടെത്തി അതിലൂടെയുള്ള ഒരു ലേണിംഗ് എങ്കിലും വളരെ തിരക്ക് ഏറിയ ജീവിതത്തിലൂടെ കടന്നു പോകുന്നവർ ആദ്യം കണ്ടെത്തിയാൽ അവർക്ക് അതിലൂടെ ഒരു മോട്ടിവേഷൻ കിട്ടും. എനിവേ ഒരു കാര്യം മാത്രം മനസ്സിലാക്കിക്കൊള്ളുക, കണ്ടിന്യൂസ് ആയിട്ട് 7 ദിവസം അല്ലെങ്കിൽ 10 ദിവസം ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിയോട് സ്റ്റിക്ക് ഓൺ ചെയ്ത് പോകാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഹാബിറ്റായി മാറും. നിങ്ങളുടെ ശരീരത്തിലെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്
അതിൽ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഗ്ലൂട്ടാമേറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പ്രവർത്തനം തന്നെ ഇത്തരത്തിലുള്ള ഹാബിറ്റ് ഫോർമേഷന് വേണ്ടിയാണ്. അപ്പം നിങ്ങളുടെ ശരീരവും മനസ്സും എല്ലാം അതിന് തയ്യാറായി മുന്നോട്ട് വരും എന്നുള്ളതാണ് വാസ്തവം.